ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, പെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. തിരൂർ മിനി സിവിൽ സ്റ്റേഷനിൽ മലപ്പുറം വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കൈക്കൂലി വാങ്ങിയ തിരൂർ ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിലെ റവന്യൂ ഇൻസ്പെക്ടറും ഇടനിലക്കാരനും അറസ്റ്റിൽ. കൈക്കൂലി വാങ്ങിക്കുന്നുവെന്ന വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പരാതിക്കാരിൽ നിന്ന് 1000 രൂപ കൈക്കൂലി വാങ്ങിയ റവന്യൂ ഇൻസ്പെക്ടറായ മനോജ് കുമാർ, ഇടനിലക്കാരനായ മജീദ് എന്നിവരെ വിജിലൻസ് ഡിവൈഎസ്പി എം ഗംഗാധരന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച വൈകിട്ട് 6:30 സംഭവം. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിന്റെ ഭാഗമായി മലപ്പുറം വിജിലൻസ് യൂണിറ്റ് ഒരുക്കിയ കെണിയിലാണ് റവന്യൂ ഇൻസ്പെക്ടറും ഇടനിലക്കാരനും അറസ്റ്റിലായത്. താന്നളൂർ സ്വദേശിയായ പരാതിക്കാരന്റെ അമ്മാവന്റെ പേരിൽ കുറ്റിപ്പുറം വില്ലേജിലുള്ള 10 സെന്റ് തോട്ടഭൂമിക്ക് പട്ടയം അനുവദിക്കുന്നതിനായി തിരൂർ ലാൻഡ് ട്രൈബ്യൂണൽ ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു. വിദേശത്തുള്ള അമ്മാവൻ ചുമതലപ്പെടുത്തിയത് പ്രകാരം രേഖകളുമായി പരാതിക്കാരനാണ് ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ ഹിയറിംഗിന് ഹാജരായത്. തുടർന്ന് 1/2/2025 തീയതി സ്ഥലപരിശോധനയ്ക്കായി റവന്യൂ ഇൻസ്പെക്ടർ മനോജ് സ്ഥലത്ത് വരികയും സ്ഥലം പരിശോധനയ്ക്ക് ശേഷം 1000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും ചെയ്തു. കയ്യിൽ പൈസയില്ല എന്ന് പറഞ്ഞ പരാതിക്കാരനോട് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വരുമ്പോൾ പൈസ തരണമെന്നും എല്ലാ ബുധനാഴ്ചയും ഓഫീസിൽ കാണുമെന്നും ഫോണിൽ വിളിച്ചിട്ട് വന്നാൽ മതിയെന്നും പറഞ്ഞു. തുടർന്ന് പരാതിക്കാരൻ ഈ വിവരം മലപ്പുറം വിജിലൻസ് യൂണിറ്റ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് വിജിലൻസ് അധികൃതർ നൽകിയ ഫിനോഫ്തലിൻ പുരട്ടിയ നോട്ട് പരാതിക്കാരൻ കൈമാറി. വിജിലൻസ് ഡിവൈഎസ്പി എം ഗംഗാധരന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം കെണിയൊരുക്കുകയായിരുന്നു. തുടർന്ന് റവന്യൂ ഇൻസ്പെക്ടർ മനോജ് ഫോണിൽ കൂടി അറിയിച്ചത് പ്രകാരം ബുധനാഴ്ച വൈകിട്ട് 6:15 ഓഫീസിലെത്തിയ പരാതിക്കാരനോട് റവന്യൂ ഇൻസ്പെക്ടർ മനോജിന്റെ തൊട്ടടുത്ത് കസേരയിലിരുന്ന ഏജന്റ് മജീദിന്റെ കൈവശം പൈസ ഏൽപ്പിക്കുന്നതിനാവശ്യപ്പെട്ടു. കെണിയൊരുക്കി നിരീക്ഷിച്ചു നിന്ന് വിജിലൻസ് സംഘം റവന്യൂ ഇൻസ്പെക്ടർ മനോജിനെയും ഏജന്റ് മജീദിനെയും കൈയോടെ പിടികൂടി. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. ഇൻസ്പെക്ടർമാരായ സന്ദീപ് കുമാർ, പി ജ്യോതീന്ദ്രകുമാർ, റിയാസ് ചാക്കിരി, എസ്ഐമാരായ മോഹനകൃഷ്ണൻ, മധുസൂദനൻ, ഷിഹാബ്, എഎസ്ഐ വിജയകുമാർ, SCPOമാരായ രാജീവ്, സന്തോഷ്, ധനീഷ്, CPOമാരായ ശ്രീജേഷ്, സുബിൻ, സനൽ, ശ്യാമ, അഭിജിത്ത്, ഗസറ്റഡ് ഓഫീസർമാരായ മലപ്പുറം DDE ഓഫീസിലെ ജീവനക്കാരൻ ജയരാജൻ, പുഴക്കാട്ടിരി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. വെട്ട ന്യൂസ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.